ഒരു നിമിഷം, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഫേസ് നമ്മൾ നിൽക്കുകയല്ലേ, ആ പ്രോസസ്സ് തുടങ്ങി ഇലക്ഷൻ മുതൽ തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് ജനിച്ച ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി പാർട്ടി അവരുടെ പ്രതിനിധികൾ വന്ന്, നിരീക്ഷകർ വന്ന് അവരുടെ എല്ലാം അഭിപ്രായം തേടി ആ അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിക്കണം എന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിളിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൂടെ കഴിയുമ്പോൾ ഇത് പൂർത്തിയായി. അപ്പോൾ റിസൾട്ടിലോട്ട് എത്തുകയാണ്, പിന്നീട് ഡിസിഷനിലോട്ട് വരികയാണ്. നമ്മൾ വേവുകളോ ഇരിക്കാമെങ്കിൽ പിന്നെ 6 വേളോ ഇരിക്കാൻ വയ്യ. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? 10 കൊല്ലം ഞങ്ങൾ ഇതിനെല്ലാം ഇങ്ങനെ വിഷമിച്ച് കാത്തിരുന്നല്ലേ. 10ാം കൊല്ലത്തിൻ്റെ അവസാനത്തിൽ 2 ദിവസം മുമ്പേ നിങ്ങൾക്ക് ഇത് ചെയ്യരുതോ എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? കോൺഗ്രസിൻ്റെ മാനദണ്ഡം നിഷ ഞാൻ പറയേണ്ട ആളല്ല. ഞാൻ കോൺഗ്രസിനകത്തെ ഒരു ഓർഡിനറി പ്രവർത്തകനാണ്. ഞാൻ സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ചും ഡയറക്ഷൻസ് അനുസരിച്ചും പാലിക്കാനും അത് നടപ്പാക്കാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാനതുകൊണ്ട് അതുപോലൊരു കാര്യത്തിൽ ചാടി കയറി പറയാമോ? ആരാ MLA അല്ലാത്ത ഒരാള്, വിജയിച്ച MLA നാളെ മുഖ്യമന്ത്രി അല്ലാത്ത ഒരാൾ പുറമേ നിന്ന് വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ട് എന്നാണ് എം ഹസൻ പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം ശക്തൻ കൗള് പറയുന്ന പോലെയാണ്. അനുകൂലവും പ്രതികൂലമായിട്ട് വാദഗതികൾ ആ പുസ്തകത്തിൽ തന്നെയുണ്ട്. ഞാനതുകൊണ്ട് ഇത് അനുകൂല പ്രതികൂലത്തിൻ്റെ പ്രശ്നമല്ല. 10 കൊല്ലം കൂടിയിട്ട് നമുക്ക് ഭരണം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ക്ലീനായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകണം. ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്ന് പെട്ടു. അതുകൂടി തീരും. കേരളത്തിലൊരു സൽഭരണത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ മറുപടിയാണ് ജനങ്ങൾ ഇത് വേഗമാകണമെന്ന് പറയാൻ കാരണം. ഇന്ന് എന്നോട് ചോദിച്ചൊരാൾ ഭരണം സ്തംഭിച്ചില്ലേ എന്നാൽ ഭരണം സ്തംഭിപ്പിച്ച ആരാ? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? ഞങ്ങൾ ഭരണത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഡി ജൂറ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഒരു ഗവൺമെൻറ് അവിടെ ഇരിക്കുന്നില്ലേ? അവരല്ലേ അതൊക്കെ ചെയ്യേണ്ടത്? പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ അവർക്ക് ആ സ്ഥാനം ഇട്ടിട്ട് പോകാൻ പറ്റൂ? ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ട് അവരല്ല എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. ശരിയല്ല. അവർ ജനവിധിയിൽ പുറത്താക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ജനവിധിയിൽ അകത്ത് വരേണ്ട ആളുകളാണ്. ആ അകത്ത് വരുന്നതിനകത്ത് ആരാണ് നേതാവ് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്. അത് ജനപ്രതിനിധികളായി ജയിച്ച് വന്ന ആളുകളെ വിളിച്ച് ചോദിച്ചു, അവരുടെ ഒപ്പീനിയൻ അറിഞ്ഞു. ഹൈക്കമാൻഡ് ആ ഒപ്പീനിയൻ പരിശോധിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇപ്പോൾ ഒരു ഫർദറായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കിട്ടുന്നതിന് വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളെ കൂടി വിളിച്ചു. അതുകൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഫൈനാലിറ്റിയിലോട്ടല്ലേ വരുന്നത്. കേരളത്തിലൊരു വലിയ ജനവികാരം കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇത് വൈകുന്നതിൽ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അത് ഈ വൈകുന്നതിനകത്ത് ജനവികാരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇത്രയും വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന എത്ര ദിവസം കാത്തിട്ടാണ്? ഞാനിതൊന്നും ആർഗ്യുമെൻ്റായി പറയല്ല. കാരണം അവരും ഞങ്ങളും തമ്മിൽ കമ്പാരിസൺ ഇല്ല. അവർക്ക് അവരുടേതായ തലം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തലം. ഞങ്ങളുടെ തലം എന്ന് പറയുന്നത് ജനങ്ങൾ പറയുന്ന ഒരു തലമാണ്. അതിനകത്ത് ഞങ്ങൾ ഇവിടെ ഒരു എത്ര ദിവസം താമസിച്ചിട്ടാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തത്? ഞാനൊരു ആർഗ്യുമെൻ്റായി പറയാത്തതിൻ്റെ കാരണം ആ പാർട്ടിക്ക് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവർ ചെയ്തോട്ടെ. ഇവിടെ താമസിച്ച് എന്ന് പറയുന്ന ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഒരു പ്രോസസ്സിനകത്താണ്. ആ പ്രോസസ്സിൻ്റെ ഏതാണ്ട് 90% തീർന്നു. അവസാനത്തെ 10% പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ക്ഷമിച്ചിരിക്കരുതോ? അതോടുകൂടി ഈ പ്രശ്നം കൂടി തീരും. അതുകൊണ്ട് കേരളത്തിലെ ചരിത്രത്തിലുണ്ടാകാത്ത വിധത്തിൽ നല്ല ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. MLA-മാർക്ക് സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വാർത്ത വരുന്നത് ശരിയാണോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു MLA അല്ലേ. ഞാൻ പോയല്ലോ, കുറേ സ്ഥലത്ത് ഞാൻ പോയല്ലോ. ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് തന്നെ പോകാവുന്നിടത്തോളം പോയി. പക്ഷെ പെരുമഴ വന്നു പോയതുകൊണ്ട് അവിടെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ വെച്ച് നിർത്തിപ്പോയതാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവർ പോകുന്ന സ്ഥലങ്ങളിൽ പോകാം. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്ന പോലെ അറ്റ് ദ പോയിന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂ പെരുപ്പിച്ച് കാണിച്ച് ഈ പാർട്ടിക്കെതിരായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്തോ
അനുകൂലമായി പ്രായോഗികത്തില്ല, വലിയ തരത്തിലുള്ള ശക്തമായ ഒരു ഞാനിതിൽ വ്യക്തിഗതമായ ചോദ്യത്തിന് ഒരു മറുപടിയും പറയില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെയും എനിക്കറിയാവുന്ന പോലെയും കേരള ജനസമൂഹത്തിന് അറിയാവുന്ന പോലെയും 2-3 പേരുകൾ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് വ്യക്തിപരമായി ഒരിടത്ത് വെയിറ്റ് കൂട്ടാൻ ഒരിടത്ത് വെയിറ്റ് കുറയ്ക്കാൻ അതിനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. 4 തവണ MLA വ്യക്തിയാണ് താങ്കൾ. സ്വാഭാവികമായിട്ടും താങ്കൾ ഇതിലേക്കൊരു കണ്ടൻസെന്റ് ആവും, അല്ലെങ്കിൽ കാരണം എന്താ ഇത് 3 പേര് മാത്രമല്ലല്ലോ, സഭയിൽ സീനിയർ ഉണ്ട്, ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലൈമിന് അവകാശമുള്ള ഒരു വ്യക്തിയാണല്ലോ കേരള മുഖ്യമന്ത്രിയാണ്. സത്യം പറയാം, ആ അവസാനത്തെ ഭാഗം ഒന്ന് ഒഴിവാക്കുക, ബാക്കിയുള്ള യാഥാർത്ഥ്യം കൂടെ ഞാൻ പറയും. ഞാൻ 4 തവണ അല്ല 8 തവണ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രി തർക്കത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും